കേജ്രിവാളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ രാംലീലയിലെത്തുക. അപേക്ഷയും ആവേശവുമായി ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിൽ വീടുകൾ തോറും കയറിയിറങ്ങി മാർച്ച് 31 റാലിക്ക് ആളെ കൂട്ടാൻ പെടാപ്പാട്ടിലാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന റാലി പക്ഷേ മഹാരാഷ്ട്രയിൽ ശ്രദ്ധേയമാവുന്നത് ശരത് പവാറും ഉദ്ധവ് താക്കറെയും കൂടി പങ്കെടുക്കുന്നത് കൊണ്ടാണ്. മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിലേക്ക് സമവായം കണ്ടെത്താൻ മഹാവികാസ് അഘാഡയിലെ കക്ഷികളായ കോൺഗ്രസിനും പവാറിന്റെ NCPക്കും ഉദ്ധവിന്റെ ശിവസേനയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെ കാരണം. ഉദ്ധവ് താക്കറെ ഏകപക്ഷീയമായി 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രതിസന്ധി രൂക്ഷമാണ്. കോൺഗ്രസ് മത്സരിക്കണം എന്ന് ഉറച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും ശിവസേന സ്ഥാനാർത്ഥികൾ വന്നത് സഖ്യത്തെ അമ്പരപ്പിച്ചു. ഏക്നാഥ് ഷിൻഡെ പിളർന്നു മാറിയ ശേഷം സാംഗ്ലിയിലും താനെയിലും പോലും താക്കറയ്ക്ക് വോട്ട് കിട്ടാനിടയില്ലെന്ന ആശങ്കകൾക്ക് നടുവിലാണ് പരസ്പരമുള്ള പോരാട്ടം. മെയ് 20 മുതൽ 5 ഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ പോളിംഗ്. അതിനാൽ തിരക്കിട്ടെന്തിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്ന് ശരത് പവാർ തന്നെ ചോദിച്ചു കഴിഞ്ഞു. ബാരാമതി ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ MLA-മാരെയും ഒപ്പം ചേർത്ത് അജിത് പവാറിന്റെ NCP ഇത്തവണത്തെ പോരാട്ടം ശക്തമാക്കുന്നു. ബാരാമതിയിൽ സുപ്രിയ സുലെയെ അട്ടിമറിക്കാൻ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ തന്നെയാണ് കളത്തിൽ. ശക്തനായ ഒരു സംസ്ഥാന നേതാവിനെ പോലും കണ്ടെത്താനാവാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ്. പൃഥ്വിരാജ് ചവാനുമായി ദേശീയ നേതൃത്വത്തിലുള്ള അസ്വാരസ്യങ്ങളും മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലയെ പോലുള്ളവരുടെ ജനപിന്തുണയില്ലായ്മയും കോൺഗ്രസിന് തിരിച്ചടിയാണ്. അതിനിടെ മോദിയുടെ നാരീശക്തിയിൽ വിശ്വാസം പ്രകടിപ്പിച്ച് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിന്റെ മരുമകളും സംസ്ഥാന കോൺഗ്രസ് സെക്രട്ടറി ശൈലേഷ് പാട്ടീലിന്റെ ഭാര്യയുമായ അർച്ചന പാട്ടീൽ ചന്ദ്രക്കർ BJPയിൽ ചേർന്നു. ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയുമായുള്ള തർക്കം NDAയിലും കല്ലുകടിയാണ്. എന്നാൽ എതിരാളികളെ പിളർത്തുന്ന BJP സഖ്യമായ മഹായുതിയുടെ മഹാരാഷ്ട്ര ഓപ്പറേഷന് തടയിടാൻ നാളെ ഡൽഹിയിൽ ഒന്നിക്കുന്ന നേതാക്കൾ എത്രത്തോളം ശ്രമിക്കും എന്നുകൂടി ഉറ്റുനോക്കുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡ. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.